الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്താണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് പരലോക ജീവിതത്തിൻ്റെ സുഖ സന്തോഷങ്ങളെയാണ്. ഇവിടെ ജീവിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ തങ്ങളുടെ ജീവിതാവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു എന്നത് ശരിയാണ്. ആശകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ സാധിക്കുന്ന നിലയിൽ പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന മനുഷ്യർ, അവർ സത്യവിശ്വാസികളാകുമ്പോൾ, മോമിനീങ്ങളാകുമ്പോൾ, മുസ്ലിമീങ്ങളാകുമ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടാകും. അത് ആഖിറത്തെ സമ്പാദിക്കുക എന്നുള്ളതാണ്, പരലോകത്ത് വിജയം വരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും മതപരമായ, ആചാരപരമായ, ആരാധനാ സംബന്ധമായ കർമ്മങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന, ആചരിച്ചു പോരുന്ന എല്ലാ കാര്യങ്ങളും മുസ്ലിമീങ്ങളെന്ന നിലയിൽ അതിൻ്റെ ഫലത്തെ ലക്ഷ്യം വെക്കുന്നത് പരലോകത്താണ്, മരണാനന്തരത്തിലാണ്, അള്ളാഹുവിങ്കലാണ്. ആ നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിന് എപ്പോഴും സൂക്ഷ്മതയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം, നിഷ്ഠയുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു നിലയിലുള്ള അതിരുകവിയലുകൾ ഉണ്ടാകരുത്, അശ്രദ്ധകൾ ഉണ്ടാകരുത്. അതിരുകവിയലുകളും അശ്രദ്ധകളും ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ ആഖിറത്തെ ബാധിക്കും, നമ്മുടെ പരലോകത്ത് നഷ്ടമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ നമുക്ക് വിജയവും രക്ഷയും സമാധാനവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോകം, ആ ഭവനം, അതിൻ്റെ വിജയം, നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, അത് നാം ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. ആരാണ് ആ കൂട്ടർ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പം ആശിക്കാത്തവരാണ്, പ്രശ്നമുണ്ടാക്കാത്തവരാണ്, ഭൂമിയിൽ അഹന്തയും അഹംഭാവവും നടിക്കാത്തവരാണ്. ഇവിടെ ഞാൻ എന്ന ഭാവത്തോടുകൂടി എന്തുമാകാമെന്ന ചിന്തയോടുകൂടി അഹങ്കരിച്ച് നടക്കുന്നവർക്കല്ല പരലോകത്തെ അള്ളാഹു തരപ്പെടുത്തി വച്ചിരിക്കുന്നത്. വതിൽകൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ, വതിൽകൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. അവിടെ അള്ളാഹു സ്വർഗം പണിത് വച്ചിരിക്കുന്നത്
അവൻ്റെ അടിമകളിൽ നിന്നും ചില ആളുകൾക്ക് അനന്തര സ്വത്തായി അതിനെ നൽകാൻ വേണ്ടിയാണ്. ആരാണ് ആ ചില ആളുകൾ? മൻകാന തഖിയൻ, സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾ. ഈ സൂക്ഷ്മത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമസ്കാരം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സലാഹ് എന്ന് പറയും. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് നമസ്കാരം. ഈ നമസ്കാരം ഒരു ദിവസം 5 നേരം നമ്മളെ കൊണ്ട് അള്ളാഹു അനുഷ്ഠിപ്പിക്കുന്നുണ്ട്. ഇന്നമഫ്തറദതു അലാ ഉമ്മതിക 5 സലവാത്തിൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, 5 നേരത്തെ നമസ്കാരം ഞാൻ താങ്കളുടെ ഉമ്മത്തികൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആ നിർബന്ധമാക്കിയതിനോടൊപ്പം തന്നെ ഞാൻ അവർക്കൊരു കരാറും എഴുതി. വഅഹിത്തു ലഹ അഹ്ദൻ അന്നഹു മൻ ഹാഫള അലൈഹിന്ന ലിവഖ്തിഹിന്ന. ഞാൻ എന്താണ് അവർക്ക് വേണ്ടി കരാർ എഴുതിയിരിക്കുന്നത്? ആ നമസ്കാരങ്ങളെ അതിൻ്റെ കൃത്യമായ സമയത്തെ ഗൗനിച്ചുകൊണ്ട്, അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ആരെങ്കിലും നിർവഹിക്കുന്നതിൽ നിഷ്ഠ പുലർത്തിയാൽ അദ്ഖൽതുഹു അൽ ജന്നത ബിഅഹ്ദി, എൻ്റെ പ്രത്യേകമായ കരാറുകൊണ്ട്, എൻ്റെ പ്രത്യേകമായ ഉത്തരവാദിത്വത്തിൽ ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഒരു ദിവസത്തിൽ 5 നേരമാണ് നിസ്കരിക്കേണ്ടത്. 5 നേരത്തെ നമസ്കാരം സഹിഹാകണമെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കുറേ നിബന്ധനകൾ പൂർത്തിയാക്കണം, ഷർത്തുകൾ പൂർത്തിയാക്കണം. ആ ഷർത്തുകളുടെ കൂട്ടത്തിൽ സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. സമയമായി എന്ന് ഉറപ്പുവരികയും ആവുകയും ചെയ്തതിന് ശേഷം എന്നാണ് നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുള്ളത്. ആയാൽ മാത്രം പോരാ, ആയി എന്ന് ഉറപ്പുവരികയും ചെയ്യണം. ഞാൻ ഈ നിസ്കരിക്കുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ, മുഅ്മിനീങ്ങളുടെ മേൽ നമസ്കാരത്തെ സമയബന്ധിതമായിട്ടാണ് നിയമമാക്കിയിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നിർവഹിക്കണം. എനിക്ക് തോന്നും പോലെയും സൗകര്യമുള്ളതുപോലെയും നിസ്കരിച്ചാൽ പോരാ. നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാകണം. 2 തരത്തിലുള്ള ശുദ്ധിയും ഉണ്ടാകണം. നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ശുദ്ധിയുണ്ട്. ഉള്ളും പുറവും ശുദ്ധിയാകണം. ആന്തരികമായും ആത്മീകമായും നമുക്ക് ശുദ്ധി ഉണ്ടാകണം, നിർബന്ധമാണ്. ശുദ്ധിയില്ലാത്തവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്, ഒരു കോൺസെൻട്രേഷനുണ്ട്. നമുക്ക് ഒരു പ്രത്യേകമായ പോയിന്റിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ തിരിച്ചു നിർത്തുന്നുണ്ട്. ഖിബലയ്ക്ക് മുന്നിടുക എന്നാണ് നമ്മൾ അതിന് പറയുക. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായ നിലയിൽ നമ്മൾ പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യേണ്ട ചില നിബന്ധനകളുണ്ട് നമസ്കാരം ശരിയാകാൻ. എന്തിനാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ടിട്ട് അള്ളാഹു ഒരു ദിവസത്തിൽ 5 നേരം ഇപ്രകാരം നമസ്കരിപ്പിക്കുന്നത്? അവൻ്റെ ജീവിതത്തിലുടനീളം ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചിട്ടയും അനുസരണയും ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷ്മത ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ്. സമയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, വൃത്തിയുടെ കാര്യത്തിലായിരുന്നാലും, മനസ്സിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന വിഷയത്തിലായിരുന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ, നമസ്കാരത്തിന് എപ്രകാരം ഫറളുകളുണ്ടോ അപ്രകാരം മുബ്തിലാത്തുകളുമുണ്ട്. നമസ്കാരത്തിന് ഫറളുണ്ട്, സുന്നത്തുണ്ട്, മുബ്തിലാത്തുണ്ട്. നമ്മുടെ നമസ്കാരം ബാഹ്യമായ നിലയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഒരു പക്ഷേ ശരിയെന്ന് നമുക്ക് തോന്നിയാലും അതിൽ പറയാൻ പാടില്ലാത്ത ചിലത് പറഞ്ഞു പോയാൽ, ചെയ്യാൻ പാടില്ലാത്ത ചിലത് ചെയ്തു പോയാൽ, എന്തിനേറെ ഒരു മനുഷ്യൻ നമസ്കാരത്തിൻ്റെ ഇടയിൽ അത്യാവശ്യത്തിന് വേണ്ടി അല്ലാതെ അവൻ്റെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും ഒന്ന് തുടർച്ചയായി 3 പ്രാവശ്യം അനക്കിപ്പോയാൽ അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകുമെന്ന് പഠിച്ച് ശീലമാക്കിയവരാണ് നമ്മളൊക്കെ. എന്തിനാണ് ഈ ഒരു കർശനമായ നിയമത്തെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? എന്തിനാണ് നമ്മളെ കൊണ്ട് അതിനെ പരിശീലിപ്പിക്കുന്നത്, പ്രാവർത്തികമാക്കാൻ വേണ്ടി പറയുന്നത്? നമ്മുടെ ശരീരഭാഗം അനങ്ങേണ്ടതുപോലെ മാത്രമേ അനങ്ങാവൂ, അനങ്ങേണ്ടിടത്ത് മാത്രമേ അനങ്ങാവൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ശരീരഭാഗം അനങ്ങുന്നത് നമ്മുടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. അതുപോലെ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാകണം. ജീവിതത്തിലുടനീളം ഇദാ സ്വലഹത്ത് സ്വലഹ സായിറു അമലി വഇദാ ഫസദത് ഫസദ സായിറു അമലി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? ഈ നമസ്കാരത്തിൽ ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളും പുറവും ഒക്കെ ശരിയാക്കാൻ സാധിച്ചാൽ അവൻ്റെ ബാക്കി അമലുകളൊക്കെ നന്നാവും, ബാക്കി ജീവിതമൊക്കെ നന്നാവും.
ബാക്കി പ്രവർത്തന പെരുമാറ്റങ്ങളൊക്കെ നന്നാവും. ഈ നമസ്കാരം മോശമായാൽ അവൻ്റെ ബാക്കി ജീവിത ഭാഗങ്ങളൊക്കെ മോശമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ ചില ചൊല്ലലുകളും പറച്ചിലുകളുമുണ്ട്. അതിൽ ഫറളായ നിലയിൽ, നിർബന്ധമായ നിലയിൽ നമ്മൾ പറഞ്ഞു തീർക്കേണ്ട ചില ചൊല്ലലുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഓതാതെ അവന് നമസ്കാരം കിട്ടുകയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതുപോലെ നമ്മൾ പറഞ്ഞുകൂടാത്തതുമുണ്ട് നമസ്കാരത്തിൽ. ഒരു മനുഷ്യൻ്റെ നാവുകൊണ്ട് അവൻ ഫാത്തിഹ ഓതുന്നത് ഖിയാമിലാണ്. ഖിയാമിൽ ഓതി തീർത്ത ഫാത്തിഹയുടെ ഫളായിലുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പക്ഷെ അവൻ റുക്കൂഇൽ നിന്ന് ഓതിയാൽ അത് സുന്നത്തിനെതിരാണ്. സുജൂദിൽ കടന്നോതിയാൽ അത് സുന്നത്തിനെതിരാണ്. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാവിൽ നിന്നും മൊഴിയപ്പെടുന്ന ഒരക്ഷരത്തിന് അർത്ഥധ്വനികൾ ഉണ്ടാകുമ്പോൾ, രണ്ടക്ഷരം ഒരുമിച്ച് ഉപയോഗിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ എന്തിനാണ് ഇതിങ്ങനെ വിശദമായി പറയുന്നത്? ഇതൊന്നും നിസ്കാരത്തിൻ്റെ മാത്രം നിയമമല്ല. ഇതൊന്നും മുസ്ലിമീങ്ങൾ അവരുടെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ പുലർത്തി പോരേണ്ട നിയമങ്ങളല്ല. മറിച്ചോ അവരുടെ ജീവിതത്തിലുടനീളം പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തർബീയത്തിൻ്റെ ഭാഗമാണിത്. ഒരു ചിട്ടയുടെയും ശിക്ഷണത്തിൻ്റെയും ഭാഗമാണിത്. നമ്മൾ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കേണ്ട അത്ര അളവിൽ മാത്രമേ പറയാവൂ. അനങ്ങേണ്ടിടത്ത് അനങ്ങേണ്ടതുപോലെ മാത്രമേ അനങ്ങാവൂ. നമ്മുടെ കൈകൾ അനങ്ങുകയും കാലുകൾ അനങ്ങുകയും ചെയ്യുന്നത് ഒരു ലക്ഷ്യത്തിൻ്റെയും അനുസരണയുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അതിനെയാണ് നമ്മൾ ഇസ്രാഫ് എന്ന് പറയുന്നത്. അതിനെയാണ് അതിര് കവിയൽ എന്ന് പറയുന്നത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ വിശേഷണമായ നിലയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ നേരത്തെ ഓതിയ വചനങ്ങളിലൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിയത്, ഭയപ്പെടുത്തിയത്. ഇപ്പം അടുത്ത കാലത്തായി കുറച്ച് അപകട മരണങ്ങളും വർദ്ധിച്ചു വരുന്നത് സ്ഥിരമായി കാണുമ്പോൾ, അപകട മരണങ്ങളും സ്ഥിരമായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ, അതിനൊക്കെ കാരണക്കാരാകുന്ന ആളുകളുടെ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഡ്രൈവിങ് അതിൽ നിഷ്ഠയില്ലാത്തത് കൊണ്ടാണ്, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്, സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടാണ്. വ്യക്തമായി പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ തഖ്വ ലഭിക്കാത്തത് കൊണ്ടാണ്, തർബിയത്ത് ലഭിക്കാത്തത് കൊണ്ടാണ് അപകടങ്ങൾ പെരുകി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നത് ഞാൻ നിങ്ങളുമൊക്കെ നന്നായി പഠിക്കണം. മുസ്ലിമീങ്ങളായ നമ്മളെ കൊണ്ട് ഒരു ദിവസത്തിൽ 5 നേരം അല്ലാഹു തആല കൃത്യമായ നിലയിൽ നമസ്കാരം എന്ന ഇബാദത്ത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ട് പുറത്തേക്ക് വിടുന്നത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ ഈ നമസ്കാരം നമ്മളെ നിയന്ത്രിക്കണം എന്നാണ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ഉപ്പയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, ജ്യേഷ്ഠനാണെങ്കിൽ, സഹോദരനാണെങ്കിൽ ആ നിലപാട് അല്ലെങ്കിൽ ആ രംഗത്ത് നമുക്ക് അല്ലാഹു തന്നിരിക്കുന്നത് കൃത്യമായ നിലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രചോദനം നമ്മുടെ നമസ്കാരങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകണം. നമ്മൾ എപ്പോഴും പ്രസംഗിക്കും പറയുമല്ലോ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഓരോരോ ചുമതലാഭാരം ഏൽപ്പിക്കപ്പെട്ടവരാണ്, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൻ്റെ, മഹല്ലിൻ്റെ, പ്രദേശത്തിൻ്റെ ഇമാമ് എന്ന പദവി നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പിന്നിൽ നിന്നെ വിശ്വസിച്ചിട്ട് കൈകെട്ടുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് നിന്നോട് പടച്ചവൻ ചോദ്യം ചെയ്യുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിക്കുന്നത്. നീ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നായകനാണെങ്കിൽ നിന്റെ കുടുംബത്തെ സംബന്ധിച്ചിട്ട്, നിന്റെ കുടുംബത്തിൽ നിന്നോടൊപ്പം ജീവിക്കുന്ന, നിന്റെ കീഴിൽ വസിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്രകാരം പ്രിയപ്പെട്ടവരെ, ഒരു മിഹ്റാബിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നയിക്കുന്ന ഇമാമിന് ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് നമ്മൾ പ്രസംഗിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ, അപ്രകാരം ഒരു കുടുംബത്തിൻ്റെ നാഥനായ നിലയിൽ നിലകൊള്ളുന്ന വാപ്പയാകട്ടെ, മൂത്ത സഹോദരനാകട്ടെ, ഉത്തരവാദിപ്പെട്ട ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ചോദ്യമുണ്ടാകും എന്ന് നമ്മൾ പറയാറില്ലേ? ഇതുപോലെ 7 പേരുടെയോ അല്ലെങ്കിൽ 5 പേരുടെയോ ജീവിതവും കൊണ്ട് പായാൻ ശ്രമിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുൻ സീറ്റിലിരുന്ന് ഡ്രൈവർ എന്ന പദവി അലങ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീ റാഇനാണ്, സൂക്ഷിക്കണം. നിനക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചിട്ട് നിന്റെ റബ്ബിന്റെ സന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇമാമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഇമാമു ളാമിനുൻ വൽ മഅ്മൂമു മുഅ്തമ്മുൻ. ഇമാമ് ളാമിനാണ്, അവൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ വിശ്വാസം ആർജിച്ചുകൊണ്ട്
അവർക്ക് മുമ്പിൽ നിന്ന് അവരെ നയിക്കുകയാണ്. അവർ നിന്നെ വിശ്വസിച്ചിട്ടാണ് നിന്റെ പിന്നിൽ കൈകെട്ടുന്നത്, നിന്നെ വിശ്വസിച്ചിട്ടാണ് നിന്റെ പിന്നിൽ കൈകെട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ നമസ്കാരത്തിന്റെ ഉത്തരവാദിത്വം ഇമാമായി നിൽക്കുന്ന നിനക്കാണ്, ആ ലമാൻ നിനക്കുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ഇമാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇമാമത്ത് ചെയ്യുന്നതിനെ വലിയ വലിയ മഹാന്മാർ ഭയപ്പെടുമായിരുന്നു എന്നാണ്. ഭയപ്പെടുമായിരുന്നു. മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖവും രസവും ഒന്നുമുള്ള സംഗതി ഒന്നുമല്ല. ഇമാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഭാരമേറിയ ഒരു ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ടവരെ, ലളിതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ മുൻസീറ്റിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനൊക്കെ നിന്നിൽ പണയം വെച്ചുകൊണ്ട് നിന്നോടൊപ്പം ഇരിക്കുന്ന ഈ സാധുക്കളുടെ ജീവൻ നിന്റെ കയ്യിലാണ്, നിന്റെ ഉത്തരവാദിത്തത്തിലാണ്. നിന്റെ അബദ്ധത്തിൻ്റെയോ അശ്രദ്ധയുടെയോ പേരിൽ, നിന്റെ അറിവില്ലായ്മയുടെ പേരിൽ, അല്ലെങ്കിൽ നിന്റെ അതിര് കവിഞ്ഞ പരക്കം പാച്ചിലിൻ്റെ പേരിൽ ഈ സാധുക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ചിട്ട് നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകരുത്, അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകരുത്, ഗഫ്ലത്ത് കൊണ്ടുണ്ടാകരുത്. അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുടെ ഉപയോഗം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകരുത്. ഞാൻ ഈ പറയുന്നതൊക്കെയാണല്ലോ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അപകട വർധനവിൻ്റെ പ്രധാന കാരണങ്ങളായി ഞാൻ നിങ്ങളും കണ്ടുപോരുന്നത്. എത്രയെത്ര അപകടങ്ങളാണ്! വല്ലാതെ വേദന തോന്നുന്നു, ദുഃഖം തോന്നുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ അപകടങ്ങളുടെ പേരിൽ, ചെറിയൊരു വിഷമങ്ങളുടെ പേരിൽ ഉമ്മത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദനിച്ചാൽ, ഏതെങ്കിലും ഒരു മനസ്സ് വേദനിച്ചാൽ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അതീവ ദുഃഖാലുവാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ, ഇസ്ലാമിക ശരീഅത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് നിയമം പറഞ്ഞപ്പോൾ വളരെ കർക്കശമായ ഭാഷ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ കർക്കശമായ രീതി ഉപയോഗിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു. നമ്മൾ കണ്ടില്ല, ഒരു ദിവസം രണ്ടാളുകൾ നമ്മളുടെ കണ്ണൂരിൽ നിന്നും വാഹനവുമായി തെക്കൻ കേരളത്തിലേക്ക് പോവാ. അവർക്ക് വില കുറച്ച് മദ്യം കിട്ടുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആവോളം മോന്തി വഴിയിൽ കുടിക്കാൻ വേണ്ടി കുറെ ശേഖരിച്ചു. കുടിച്ച് പൂസായി, ലക്ക് കെട്ടു. അവർ വാഹനം ഓടിച്ചു. അവർ തിരിക്കുന്ന ഈ വളയവും അവരുടെ കാലുകളെ കൊണ്ട് നിയന്ത്രിക്കുന്ന വാഹനത്തിൻ്റെ നിയന്ത്രണോപകരണങ്ങളും എങ്ങനെയാണ് ചവിട്ടേണ്ടതെന്ന് അവർക്കറിയാതെയായി. കണ്ണും കാലുമില്ലാതെ, ലക്കും ലഗാനുമില്ലാതെ അവർ സാധുക്കളായി വഴിയരികിൽ കഴിഞ്ഞുകൂടുന്ന കുറേ ആളുകളുടെ, മനുഷ്യക്കുഞ്ഞുങ്ങളുടെ പച്ച ശരീരത്തിലേക്ക്, ജീവൻ തുളുമ്പുന്ന ശരീരത്തിലേക്ക് ആ വാഹനം ഇടിച്ചു കയറ്റി. 5 പേര് അങ്ങനെ ചതഞ്ഞരഞ്ഞുപോയി. ഇതൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒരു മനുഷ്യക്കുഞ്ഞിന് അപകടമുണ്ടാകുക എന്ന് കേട്ടാൽ, മനുഷ്യക്കുഞ്ഞ് വേണ്ട, യുദ്ധത്തിന് വേണ്ടി യാത്രാമധ്യേ യാത്രയുടെ ഇരമ്പൽ ശബ്ദം കേട്ടുകൊണ്ട് പേടിച്ചരണ്ട് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരൻ, അല്ലെങ്കിൽ സാധാരണയിൽ സാധാരണയായ ചെറുജീവിയുടെ അപകടത്തെക്കുറിച്ചിട്ട്, വേദനകളെ സംബന്ധിച്ച്, വിഷമങ്ങളെ സംബന്ധിച്ചിട്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഉറുമ്പിൻ കൂട്ടത്തെയും അതിൻ്റെ നേതാവിനെയും ഒക്കെ പരാമർശിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ അനുയായികളും ആ നിലയിൽ സമൂഹത്തിനോട്, ജനതയോട്, ജനങ്ങളോട് എന്നല്ല, പച്ച ജീവനുള്ള സർവ സൃഷ്ടിജാലങ്ങളോടും പ്രിയപ്പെട്ടവരെ ഒരു കാരുണ്യം ഉണ്ടാകണ്ടേ? കാരുണ്യം. എൻ്റെ അപകടം, എൻ്റെ അബദ്ധം, അല്ലെങ്കിൽ എന്നിൽ നിന്നുമുണ്ടാകുന്ന അശ്രദ്ധയുടെ പേരിൽ ആകരുത്. അതിനുശേഷം നമ്മൾ കണ്ടു, പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്ഥിരമായി ഇതിങ്ങനെ വാർത്ത കേൾക്കുക. ഞാൻ ഒരു വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെ കാണിട്ട് അങ്ങനെ മറച്ചു വെക്കും. കാരണം അത് പിന്നെയും പിന്നെയും കേൾക്കാനും കാണാനും ത്രാണിയില്ല. മനുഷ്യ കുഞ്ഞുങ്ങളാണ് പെടഞ്ഞു മരിക്കുന്നത്. അതും ചെറിയ പ്രായത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടി കുടുംബത്തിൻ്റെ അത്താണിയായ നിലയിൽ എവിടെങ്കിലും ഒന്ന് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാണ്. അവരങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് പാവപ്പെട്ട മാതാവും പിതാവും ഒക്കെ എത്ര കഷ്ടപ്പെട്ടു. പറക്കമുറ്റുമ്പോൾ, അല്ലെങ്കിൽ മുറ്റാറായപ്പോൾ പൊളിഞ്ഞു വീഴുന്ന സ്വപ്നങ്ങളെപ്പോലെ റോഡിൻ്റെ സൈഡിൽ ആ ജീവനുകൾ പൊലിയുകയാണ്. എന്നിട്ടും ഒരു ഭയപ്പാടുണ്ടോ, ഒരു ബേജാറുണ്ടോ? വമാ കാന ലിമുഅ്മിനി വലാ മുഅ്മിന ഇല്ലാ ഖതഅ വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ. അല്ലാഹു പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ. പരിശുദ്ധ ഖുർആൻ ഇന്ന് രാവിലെ ഓതിയപ്പോഴാണ് ഈ ആയത്തിൻ്റെ കടുപ്പവും രസവും
മനസ്സിൽ തോന്നും. വമാ കാന ലി മുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ, ഒരു വിശ്വാസി ഒരു മനുഷ്യനെയും കൊല്ലുകയില്ല ഇല്ലാ ഖതഅ, അബദ്ധത്തിലല്ലാതെ. എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നു എന്നല്ലാതെ നിങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന്, ഒരു ഈമാനുള്ളവന് മറ്റൊരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല. അതെങ്ങനെയായിരുന്നാലും ശരി, കൊലപ്പെടുത്താൻ കഴിയില്ല. ഇല്ല ഖതഅ, മനുഷ്യനാണല്ലോ, ചിലപ്പോൾ അബദ്ധം സംഭവിച്ചു പോകാം. അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചു പോകാം എന്നല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്നും, ഒരു മുഅ്മിനിൽ നിന്നും, ഒരു വിശ്വാസിയിൽ നിന്നും കൊലപാതകം സംഭവിക്കരുത്. വേറൊരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് അള്ളാഹു പറയാണ്. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹ്രീറു റഖബത്തിൻ, അള്ളാഹു പറയാണ്, ഇനി അങ്ങനെ അബദ്ധത്തിലെങ്ങാനും ഒരു മനുഷ്യന്റെ കൊലപാതകത്തിന് നീ കാരണക്കാരനായി പോയാൽ നിനക്ക് വേണ്ടി മാത്രമല്ല, ലോകർക്ക് ഒരു ഉത്ബോധനം കിട്ടാൻ, ഒരു ഭയപ്പാടുണ്ടാകാൻ, ഒരു താക്കീതുണ്ടാകാൻ, വലക്കും ഫിൽ ഖിസാസി ഹയാതു യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരു ജീവൻ പൊലിയുമ്പോൾ, ഒരു ജീവൻ അപകടത്തിലാകുമ്പോൾ, ഒരു ജീവൻ കൊല ചെയ്യപ്പെടുമ്പോൾ, കൊലയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അതിന് പകരമായ നിലയിൽ പ്രതിക്കൊല ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു പറയാം, ഖിസാസ് ഉണ്ടാകേണ്ടത്, കൊലയ്ക്ക് കൊല. ഒരു ജീവൻ അപഹരിക്കപ്പെട്ടാൽ ആ ജീവൻ അപഹരിക്കുന്നതിന് ആരാണോ കാരണക്കാരനായത് അവനെ പകരം കൊല ചെയ്യുക തന്നെ വേണം എന്ന് ഖുർആൻ പറയുക. ഖുർആൻ ഭയങ്കര പ്രാകൃത നിയമമാണ്, കടുപ്പപ്പെട്ട നിയമമാണ്, വല്ലാത്ത ഭീകരമായ നിയമമാണ് എന്നൊക്കെ ലോകത്ത് പലരും പല നിലയിലും പറയുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ലോകരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ കണക്കും കയ്യുമില്ലാതെ ഓരോ ദിവസവും നടു റോഡിലും അതിൻ്റെ സൈഡിലും നിരപരാധികൾ അവരുടെ ജീവൻ പൊലിയുന്നത് കണ്ട് വിഷമിക്കുന്ന സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായും ഈ നിലയിൽ കർക്കശമായ നിയമത്തിന് സമൂഹത്തെ വിധേയരാക്കുക തന്നെയാണ് മാർഗം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചതും വളർന്നതും ഒക്കെ സൗദി അറേബ്യയിലാണ്. അവിടെ കടുപ്പപ്പെട്ട നിയമമാണ് അന്നും ഇന്നുമൊക്കെ. ഇപ്പം നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ വികസിക്കുന്നു, മനുഷ്യൻ നന്നാകുന്നു, മനുഷ്യൻ പുരോഗമിക്കുന്നു. മനുഷ്യൻ്റെ പുരോഗമിക്ക് അനുസരിച്ചിട്ട് പുതിയ പുതിയ വിഷനുകൾ ഉണ്ടാകുന്നു, ഫാഷനുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ അഭിമാനിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രാകൃതമെന്ന ആളുകൾ പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആ നിയമം നിലനിന്നിരുന്ന ഒരു രാഷ്ട്രത്തിൽ പരമാവധി ഇത്തരം അപകടങ്ങൾ കുറഞ്ഞു, അബദ്ധങ്ങൾ കുറഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം എന്താ? മനുഷ്യന് ഭയപ്പാടുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ഖുതുബയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഒരാൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് കേട്ടാൽ മരണത്തിന് വിധേയനാകുന്ന, മരണത്തോട് മല്ലടിക്കുന്ന ആ രോഗിയെ പെട്ടെന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകുന്നു എന്ന് പറയുന്നത് പോലെ ആ വാഹനം ഓടിച്ചിരുന്ന ആളുകളെയും അതേ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും. ഇതാണ് അവിടുത്തെ നിയമം. എങ്ങാനും ഈ ആക്സിഡന്റിൽപ്പെട്ടവൻ മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടതിന് പകരമായ നിലയിൽ, നേരത്തെ പറഞ്ഞല്ലോ ഖുർആൻ, ഒരിക്കലും ഈ വണ്ടി ഓടിച്ചിരുന്ന വിശ്വാസി അറിഞ്ഞും കൊണ്ട് ഇവന്റെ ജീവൻ അല്ലെങ്കിൽ ഇവളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുകയില്ല. ഖുർആൻ പറയാണ്, അങ്ങനെ പെടുത്തുകയില്ല. അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, എന്തോ സംഭവിച്ചു ഉറങ്ങിപ്പോയതാണ്. നമ്മൾ പറയും ഉറങ്ങിപ്പോയതാണ്, അബദ്ധങ്ങൾ സംഭവിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഫതഹ്രീറു റഖബത്തിൻ, ഖുർആൻ പറയുന്നു, അതിന് പ്രായശ്ചിത്തം നൽകിയേ മതിയാവുകയുള്ളൂ. ദിയത്ത് നൽകണം. ദിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ കുടുംബം വിറ്റാലും ചിലപ്പോൾ കൊടുത്തു തീർക്കാൻ കഴിയാത്ത അത്ര വലിയൊരു ദിയത്താണ് മരണപ്പെട്ടു പോയ ആളുകളുടെ അഹലുകാർ ചോദിക്കുന്നതെങ്കിൽ അത് കൊടുത്തേ തീരൂ. 1, 2, 3 പ്രാവശ്യം അപ്രകാരം ഒന്നെങ്കിൽ ദിയത്ത് വാങ്ങാൻ ആളുകൾ നിർബന്ധിതരാവുകയും തയ്യാറാവുകയും കൊടുക്കാൻ ആളുകൾ നിർബന്ധിതരാവുകയും ചെയ്യുന്നതോടുകൂടി പിന്നെ സ്റ്റെയറിങ് പിടിച്ച് കയറിയിരുന്ന് ആക്സിലേറ്ററും അതുമൊക്കെ ഇങ്ങനെ മാറി മാറി ചവിട്ടുന്ന ആളുകളുടെ ഉള്ളകത്തിൽ ചെറിയ പടപ്പുണ്ടാകും. കീശ കാലിയാകുമെന്ന ബോധം, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടുമെന്ന ബോധം, എൻ്റെ ജീവൻ അപകടമാകും, എൻ്റെ ജീവിതത്തിന് അപകടങ്ങൾ ഉണ്ടാകും എന്നൊരു ബോധം ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഡ്രൈവിങ് നന്നാകും, അവൻ്റെ വണ്ടി ഓട്ടൽ നന്നാകും, അവന് സൂക്ഷ്മതയുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ഒരു സൂക്ഷ്മതയ്ക്കാണ് നമ്മൾ തഖ്വ എന്ന് പറയുന്നത്. ഈ ഒരു സൂക്ഷ്മതയ്ക്കാണ് നമ്മൾ പടച്ചവൻ്റെ മുമ്പിൽ 5 നേരവും വന്ന് കൃത്യമായ നിലയിൽ കൈകാലുകളൊക്കെ അടക്കി വെച്ചുകൊണ്ട് നിസ്കരിച്ച് പഠിക്കുന്നത്, നിസ്കാരത്തിലൂടെ നമ്മൾ ശീലിക്കുന്നത് ഈ ഒരു ശീലമാണ്. ഇദസ്തവൈതും അലൈഹി വതഖൂലു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ وإنا إلى ربنا لمنقلبون لتستووا على ظهوره ثم تذكروا نعمة ربكم
ഇദസ്തവൈതും അലൈഹി വതഖൂലു സുബ്ഹാനല്ലദീ സഖറ ലനാ. ഖുർആനിൽ നമ്മൾ കേൾക്കുന്ന ആയത്താണ്. സാധാരണ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും പറഞ്ഞ് പരിചയിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെയും ദുആയുടെയും വചനമാണ്. അള്ളാഹു അതിൽ പറയുന്നത് ലിതസ്തവു അലാ ദുഹൂരിഹി സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി. എങ്ങനെ അർത്ഥം കൊടുക്കേണ്ടത്? നിങ്ങൾ ആ വാഹനത്തിൻ്റെ മീതെ ചൊവ്വായ നിലയിൽ, നല്ല നിലയിൽ ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉസ്താദന്മാരോട് ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തഫ്സീർ ഓതിയിട്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വെക്കുന്ന അർത്ഥമല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ അർത്ഥം വെക്കാൻ കഴിയും. നീ നന്നായി ഡ്രൈവിംഗ് പഠിച്ചു എന്ന് ബോധ്യം വരികയും പരിശീലനം സിദ്ധിച്ചു എന്ന് ഉറപ്പ് വരികയും നിനക്ക് നമ്മുടെ നാടിൻ്റെ നിയമപ്രകാരം വണ്ടി ഓട്ടാൻ ലൈസൻസ് ലഭിക്കുകയും അങ്ങനെയൊക്കെ ചൊവ്വായ നിലയിൽ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ, എന്നല്ലാതെ ഏടുന്നെങ്കിലും എങ്ങനെങ്കിലും ഒരു റെൻറ്റിന് കാറെടുത്ത് ചങ്ങാതിമാരെ ഒന്നിച്ചിട്ട് അങ്ങോട്ട് പാഞ്ഞ് ഇങ്ങോട്ട് പാഞ്ഞ് ഷൂ എന്നൊക്കെ ഒച്ചപ്പാടും ബോളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ഡ്രൈവറാണെന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതിന് ഇസ്ലാമിൽ അനുവാദമൊന്നുമില്ല. ലിതസ്തവു അലാ ദുഹൂരിഹി സുമ്മ തദ്കുറു നിഅമത. ചൊവ്വായ നിലയിൽ, നേരായ നിലയിൽ നിന്റെ വാഹനത്തിൻ്റെ മീതെ കയറിയിരിക്കാനുള്ള പ്രാപ്തി നിനക്കുണ്ടാകണം. വീണ്ടും അള്ളാഹു പറയുകയാണ്, അതിനുശേഷം ഇദസ്തവൈതും അലൈഹി, അതിൻ്റെ മേൽ നിന്റെ ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ. ഇരുപ്പുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ ഇരുന്നു. നമ്മൾ പറയാറില്ലേ ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ടില്ലേ? എന്താ ബെൽറ്റ് ഇടാഞ്ഞേ? ഇപ്പം എല്ലാവരും ബെൽറ്റ് ഇടുക. എന്താ ഞാൻ ബെൽറ്റ് ഇടുന്നത്? ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ക്യാമറയിൽ പതിയും, പണം കൊടുക്കേണ്ടി വരും എന്ന ഭയപ്പാട്. ഹെൽമെറ്റ് ഇട്ടില്ലേ? എന്താ ഹെൽമെറ്റ് ഇടാത്തത്? ഹെൽമെറ്റ് ഇടാത്തത് ഒരു പക്ഷേ അപകടം സംഭവിച്ചു പോയാൽ തലയോട്ടി പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണോ ഹെൽമെറ്റ് ഇടുന്നത് ആള്? എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഹെൽമെറ്റ് ഇടുന്ന ഭൂരിപക്ഷത്തോടും അടുത്തു പോയിട്ട് ചോദിച്ചാൽ എന്തിനാണ് ഹെൽമെറ്റ് ഇട്ടതെന്ന് ചോദിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ചിട്ടല്ല, അപകടം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെന്താണ്? 500 റുപ്യ ഫൈൻ അടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. 500 റുപ്യ ഫൈൻ അടക്കണ്ടേ എന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ നിലയിൽ ഏതെങ്കിലും ഒരു നിയമത്തെ ഭയന്നുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു നഷ്ടത്തെ ഭയന്നുകൊണ്ടല്ല നിന്റെ ഇരിപ്പ് നീ ഉറപ്പിക്കണം. ലിതസ്തവു അലാ ദുഹൂരിഹി, ഇരുപ്പുറപ്പിക്കണം. നിനക്ക് നിയമം അറിയണം, നിയമം പാലിക്കാനുള്ള സന്മനസ്സുണ്ടാകണം, നിയമത്തെ വിട്ടുകടക്കാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം, തഖ്വയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം. അങ്ങനെയൊക്കെ നിനക്ക് ഉറപ്പ് വന്നാൽ, നിനക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ, നിനക്ക് നന്നായി ഓട്ടാൻ കഴിയുമെന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ടായാൽ, ആത്മവിശ്വാസമുണ്ടായാൽ, ലിതസ്തവു അലാ ദുഹൂരി, എന്നിട്ടോ സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും, എന്നിട്ട് നീ നിന്റെ റബ്ബിൻ്റെ നിഅമത്തിനെ ഓർക്കണം. വണ്ടിയിലൊക്കെ ഇങ്ങനെ അങ്ങ് കയറി ഇരുന്ന് കഴിയുമ്പം എല്ലാം മറക്കുന്നു എന്നതാണ് അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് അല്ലെങ്കിൽ 2 വീലറിൽ ആക്സിലേറ്റർ കയ്യിൽ പിടിച്ചിങ്ങനെ തിരിക്കുമ്പോൾ എല്ലാം മറക്കുന്നു. ഞാൻ എന്നെ മറക്കുന്നു, സമൂഹത്തെ മറക്കുന്നു, പടച്ചവനെ മറക്കുന്നു, പിന്നെ അഹങ്കാരിയായി മാറുന്നു. ഒരു അഹങ്കാരം അറിയാതെ നമ്മുടെ ഉള്ളകത്തേക്ക് കടന്നു വരുന്നു. പക്ഷെ അള്ളാഹു പറയുന്നത് നീ നിന്റെ റബ്ബിന്റെ നിഅമത്തിനെ ഓർക്കണം. ഇതൊക്കെ അള്ളാഹിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് അള്ളാഹു കാഴ്ച തന്നു, നിന്റെ കൈകാലുകൾക്ക് അള്ളാഹു ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള ശേഷി തന്നു, നിനക്ക് നല്ല ബുദ്ധിയും ചിന്തയും തന്നു. ഒരേ സമയം കാലുകൊണ്ട് നീ എന്തൊക്കെ പണിയെടുക്കുന്നത്, ഒരേ സമയം കൈകൊണ്ട് എന്തൊക്കെ പണിയെടുക്കുന്നത്, കൈയും കാലും ഒക്കെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന് കടന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ പിശാച് നമ്മുടെ കൈകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണ്. അത് ഡ്രൈവർമാർ ഉപയോഗിക്കുക. വിദേശ രാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി പിടിക്കപ്പെട്ടു പോയാൽ ചിലയിടങ്ങളിൽ 2000 റിയാൽ ഫൈനാവും, ചിലയിടങ്ങളിൽ 5000 റിയാൽ ഫൈനാവും. ഇതെന്തോ ഒരു ഫൈനാ. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു രക്ഷയില്ല, വന്ന് പണിയെടുത്ത് കുറച്ച് കടം തീർക്കാമെന്ന് വിചാരിച്ചതാണ്, അടിച്ചുപോയി, ക്യാമറ അടിച്ചുപോയി, ഇനി 2-3-4 മാസം പണിയെടുത്താലാന്ന്. 2-3-4 മാസം പണിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ 2000 പോയി 5000 പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് സഹോദര, ഈ 5000-ഉം 2000-ഉം നീ അടച്ചതിൻ്റെ പേരിലാണ് നാട്ടിൽ ഒരുപാട് ജീവനുകൾ ഇന്നും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ കേരളത്തിൻ്റെ ഇരുവശങ്ങളിലും പാതിരാത്രിയിൽ പാവങ്ങൾ കുടലും കൂരയുമില്ലാതെ കിടന്നുറങ്ങിയവരുടെ മേത്തേക്ക് പാഞ്ഞു കയറി 5 പേർ അരഞ്ഞു മരിച്ചു എന്നും ഇപ്പുറത്ത് 4 കുട്ടികൾ ദയനീയമായ നിലയിൽ കൊല ചെയ്യപ്പെട്ടുവെന്നും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. 5000 രൂപ ഫൈന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള അവൻ്റെ ബുദ്ധി, അവൻ്റെ ശ്രദ്ധ, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച, അവൻ്റെ കൈകാലുകളുടെ പ്രവർത്തന ശേഷി, ഇതൊക്കെ പടച്ചവൻ തന്നതാണ്. ഒരു സെക്കൻഡ് കണ്ണടഞ്ഞു പോയാൽ പോരെ? നമ്മളൊക്കെ പറയാറില്ലേ, ഒരു സെക്കൻഡ് കണ്ണടഞ്ഞു പോയാൽ പോരെ? ചില അപകടങ്ങൾക്ക് ശേഷം അവരോട് അരികിൽ ഇരുന്നു കൊണ്ട് നീ 32 കൊല്ലമായില്ലേ ഡ്രൈവ് ചെയ്യുന്നു,
നിനക്ക് ഇത്ര പ്രാക്ടീസ് ഇല്ലേ, പിന്നെ എന്താ സംഭവിച്ചത്? എന്തു പറയാനാ, ഒരു സെക്കൻഡ് എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയേ ചെയ്യില്ല, എന്താ സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാകുന്നേ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞത്, നിനക്ക് എല്ലാം കഴിയും, അറിയാം, നല്ല ഡ്രൈവറാ, കുറെ കൊല്ലത്തെ പരിചയമുണ്ട്, ഒക്കെ ശരിയാ, പക്ഷെ നീ ഇരുന്ന് കഴിഞ്ഞാൽ തദ്കുറു നിഅമത റബ്ബിക്കും ഇദ സ്തവൈതും അലൈഹി വതഖൂലു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നീ പറയണം, സുബ്ഹാനല്ലദീ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, സഖറ ലനാ ഹാദാ, ഇതൊക്കെ നീ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു, നീ എനിക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. ഡ്രൈവിംഗ് അറിയാത്ത ഒരാളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ ഈ പാവം മനുഷ്യൻ ഒറ്റയ്ക്ക് ഈ വാഹനത്തെ ഓട്ടിക്കൊണ്ടു പോകുന്നത്? അവൻ്റെ 2 കൈകളും സ്റ്റിയറിംഗിലാണ്, അവൻ്റെ മനസ്സതിൽ പൂർണ്ണമായ നിലയിൽ ലയിച്ചിരിക്കുകയാണ്, കണ്ണ് കൃത്യമായി മുമ്പോട്ടാണ്, അവൻ്റെ കാലുകൾ കൊണ്ട് അവൻ എന്തൊക്കെ പണിയെടുക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ലാഹുവേ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇതൊന്നും ഇങ്ങനെ കീഴ്പ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കൂലായിരുന്നു, നീ എനിക്ക് തൗഫീഖ് തന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ബോധ്യപ്പെടണം. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തൊട്ടടുത്ത് പടച്ചവൻ പറയും, ഞാൻ എനിക്ക് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുകയല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സാധിക്കുമെങ്കിൽ ഖുർആനിൻ്റെ വരികളിലൂടെ ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കൂ. പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ വരികളിലൂടെ, ഡ്രൈവിംഗ് എന്ന കർമ്മത്തിലൂടെ തഖ്വ എന്താണെന്ന് ശീലിക്കാൻ ശ്രമിക്കൂ. എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്, എന്തിനാണ് പടച്ചവൻ നമ്മളെ കൊണ്ട് നിസ്കരിപ്പിച്ചത് എന്ന് ഒന്ന് നന്നായി വിശകലനം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കൂ. അള്ളാഹു പറയാ അവസാനം, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഈ പോക്ക് പോയാൽ ഒരു പക്ഷേ എന്നെ ആർക്കും തോപ്പിക്കാൻ കഴിയാതെ ഞാൻ എല്ലാവരെയും ഓവർടേക്ക് ചെയ്യും, ഞാൻ ആർക്കും സൈഡ് കൊടുക്കൂല. ഏതെങ്കിലും ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്താൽ ഞാൻ അവനെ ഓണടിച്ച് പീഡിപ്പിക്കും, ഞാൻ പിന്നെ അവനുമായി മത്സരിക്കും, എൻ്റെ മുമ്പിൽ ഞാൻ ഒരുത്തനെ കടത്തി വിടൂല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ അഹങ്കാരമായി കടന്നു വരികയാണ്. പക്ഷെ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, എത്ര സ്പീഡിൽ എങ്ങനെ ആരെ തോപ്പിച്ച് എങ്ങോട്ട് പോയാലും അവസാനം ഞാൻ പോയി എത്തേണ്ടത് എൻ്റെ റബ്ബിൻ്റെ സന്നിധാനത്തിലല്ലേ, എൻ്റെ റബ്ബിൻ്റെ സന്നിധാനം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കണ്ണടഞ്ഞു പോയി, ആക്സിഡൻ്റായി, ജീവൻ പോയി, തൊട്ടടുത്ത് ഞാൻ എത്തുന്നത് എവിടെയാണ്? എൻ്റെ റബ്ബിൻ്റെ മുമ്പിലല്ലേ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിലല്ലേ. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പ്രിയപ്പെട്ടവരെ, നന്നായി പടച്ചവൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, നമ്മുടെ ഗവൺമെൻറ് നമുക്ക് നിയമമാക്കിയിരിക്കുന്ന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, പടച്ചവൻ്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട്, അവനെ ഭയന്നുകൊണ്ട് വണ്ടി ഓടിച്ചാൽ വണ്ടി ഓട്ടൽ നന്നാകും, കുടുംബം പോറ്റിയാൽ കുടുംബം പോറ്റൽ നന്നാകും, നിസ്കാരത്തിന് ഇമാം എന്നാൽ നിസ്കാരം നന്നാകും. ചുരുക്കത്തിൽ അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൽ അഭയം പ്രാപിക്കണം, അള്ളാഹുവിനോട് കാവൽ തേടണം, അള്ളാഹുവിനോട് സഹായം തേടണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവറുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരിൽ പ്രമുഖയാണ്. അവർ പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, സുബഹി നമസ്കാരത്തിന് വേണ്ടി പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തങ്ങൾ ഇപ്രകാരം പറയുന്നത് സ്ഥിരമായി ഞങ്ങൾ കേൾക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഈ ദുആകളൊക്കെ പഠിക്കും. വീടുകളിൽ നിന്നും തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിലേക്കുള്ള ഇറക്കമാണെങ്കിൽ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കരുതലോടുകൂടിയാണ്, എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഇറങ്ങും. വലതുകാലം മുന്തിച്ചിറങ്ങിയിട്ട്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും, എൻ്റെ വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും നിന്നോട് കാവൽ തേടുന്നു. അൻ അസില്ല ഔ ഉസല്ല, ഞാൻ പിഴച്ചു പോകുന്നതിൽ നിന്നും. പിഴച്ചു പോകുക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ വെപ്രാളത്തിൽ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടിപ്പോയി എന്ന് പറയാ ചില ആളുകൾ. ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടിപ്പോയി. പടച്ചവനെ, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാലോ. അങ്ങനത്തെ സംഭവ വികാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. തെറ്റിപ്പോകുന്നതിൽ നിന്നും പടച്ചവനെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുവേ, ഞാൻ ആരോടെങ്കിലും അക്രമം ചെയ്യുന്നതിൽ നിന്നും, ആരെങ്കിലും എന്നോട് അക്രമം ചെയ്യുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. പ്രിയപ്പെട്ടവരെ, റോഡരികിൽ കിടന്നുറങ്ങിയിരുന്ന സാധുക്കളുടെ മീതെ ഒരുത്തൻ വാഹനം ഓടിച്ച് കയറ്റിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഞങ്ങൾ കയറിക്കടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ടാണ് റോഡരികിൽ വന്ന് രാത്രി പാർക്കാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ മീതെ വാഹനം ഓടിച്ച് കയറ്റുക, എന്നിട്ട് അവനിങ്ങനെ ഞെളിഞ്ഞ് നടക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനം, ഔ അദ്ലിമ ഔ ഉദ്ലമ, ഞാൻ ആരോടെങ്കിലും അക്രമം ചെയ്യാമെന്ന് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് ആരെങ്കിലും അക്രമം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാൻ 40-ൽ കൂടുതൽ ഇതുവരെ സ്കൂട്ടറെ വിട്ടിട്ടേ ഇല്ല. ചില ആൾ പറയുന്നില്ലേ, എന്താക്കണ്ടേ, ഓൻ പാഞ്ഞു വന്ന് എൻ്റെ മേത്ത് കയറി, ഒരു കാല് പോയി, ഒരു കൈ പോയി.
കാലും കൈയും ഒക്കെ പോയ സഹോദരങ്ങൾ പലരും എന്നെ വിളിക്കാറുണ്ട്, കൈ ഇങ്ങനെ അറ്റ് തൂങ്ങിക്കിടക്കുകയാണ്, എന്ത് വേണ്ടത് ഉസ്താദേ, എവിടെ പോകേണ്ടത്, ആരെയാ കാണിക്കണം? ഞാൻ ഡോക്ടറെ വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ വേദനയോടുകൂടി പറയാറുണ്ട് നിങ്ങളോട്, ഡോക്ടർ എന്നോട് പച്ചയ്ക്ക് പറയാണ്, ഉസ്താദേ ആ മുറിഞ്ഞു വീണ കൈ താഴെ വീണോ, അല്ല തൂങ്ങിക്കിടക്കുകയാണോ, എന്താ ഉള്ളത്? ഒരു കാര്യം ചെയ്യും, ആ മുറിഞ്ഞു വീണത് ഒരു തെർമോകോളിൻ്റെ ഒരു ബോക്സിനകത്ത് അല്പം ഐസൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുത്തുകൂടി, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിച്ച്. ഒരു മനുഷ്യൻ്റെ കൈ അറ്റു വീഴുമ്പോൾ അതിനൊരു വേദനയില്ലേ പ്രിയപ്പെട്ടവരെ? അത് കേൾക്കുന്ന നമുക്കൊരു വേദന ഉണ്ടാകണ്ടേ? ഒരു മനുഷ്യൻ്റെ ജീവൻ ഇങ്ങനെ പച്ചയായ നിലയിൽ ഹനിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വെപ്രാളം വേണ്ടേ നമുക്ക്? അതൊന്നുമില്ലേ? ജീവന് വിലയില്ലാത്ത ലോകമാണിത്. കൈകാലുകൾ അവയവങ്ങൾ നഷ്ടപ്പെടുന്നതിന് ഒരു വിലയും നിലയില്ലാത്തൊരു ലോകമാണ് ഇത്. പടച്ചവനെ, ഞാൻ നിന്നോട് കാവൽ തേടുന്നത് ആ തരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ചെറിയൊരു മുറിപ്പാടെങ്കിലും എൻ്റെ കാരണത്താൽ ഞാൻ അക്രമം ചെയ്യുന്നു പോകുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. അതുപോലെ എന്നോട് ഇങ്ങോട്ട് പാഞ്ഞു വന്ന് കയറി എന്നോട് അക്രമം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം അലയ്യ, എൻ്റെ അറിവുകേട്, ഞാൻ അറിവുകേട് വേറെ ആർക്കെങ്കിലും അപകടമാക്കി മാറ്റുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരാൾ എന്നോട് അറിവുകേട്, ഞാൻ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു, ഈ ദ്വായുടെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങൾ നടുവേദനയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കൽ വരിക, ഇടത്താണോ വലത്താണോ എന്നൊക്കെ നിങ്ങൾ എക്സ്റേ എടുത്ത് നോക്കുക, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അകത്ത് കയറ്റി ഞങ്ങളെ ബോധം കെടുത്തി. ബോധം ഞങ്ങൾക്കില്ലല്ലോ, പിന്നെ നിങ്ങൾക്കല്ലേ ബോധം. പിന്നെ ബോധമില്ലാത്ത ഞങ്ങളുടെ ഇടത് ചെയ്യേണ്ടതിന് പകരം ചിലപ്പോൾ നിങ്ങൾ വലത് ചെയ്തു പോകാറുണ്ട്. അങ്ങനെ ആകരുതേ എന്ന് ദ്വാരന്നിട്ടാണ് സുബൈക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അലയ്യ, എനിക്ക് അറിവുകേടുണ്ടാവുക എന്ന് മാത്രമല്ല, എന്നെ ചികിത്സിക്കുന്ന, എനിക്കെതിരെ വരുന്ന വാഹനം ഓടിക്കുന്ന, എന്നോടൊപ്പം ജീവിക്കുന്ന ആളുകൾ എന്നോട് വിവരക്കേട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടും പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞു. നമ്മൾ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദ്വാ പറയണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദുആ പറയണം. നേരത്തെ പറഞ്ഞ വാഹനത്തിൽ ബിസ്മി പറഞ്ഞ് കയറണം. അതിനുശേഷം ഈ ദുആക്കളൊക്കെ പറയണം. പ്രിയപ്പെട്ടവരെ, ദുആക്കളൊക്കെ പറഞ്ഞു അള്ളാഹുവിനോട് കാവൽ തേടി നമ്മൾ അടങ്ങി ഒതുങ്ങി മര്യാദയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചു. പിന്നെയും അപകടം സംഭവിച്ചു. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അങ്ങനെ ഒരു മുസ്ലിം അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചാൽ അവന് ഷഹാദത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. ഞാൻ സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിച്ചു, ഓതേണ്ടതൊക്കെ ഓദിച്ചു. ഞാൻ ഹൈ സ്പീഡൊന്നും എടുത്തിട്ടില്ല, അതിര് കവിഞ്ഞില്ല, ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചില്ല. പേടിച്ചാണ്, സൂക്ഷിച്ചാണ്, പടച്ചവനെ ഭയന്നാണ് ഇന്ത്യൻ നിയമത്തെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമത്തെ സൂക്ഷിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അപകടം വേറൊരാൾ കൊണ്ടൊന്ന് കയറ്റി, എനിക്ക് അപകടം സംഭവിച്ചു. ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയാൽ അത് അള്ളാഹുവിൻ്റെ ഖളായാണ്, എനിക്കതിന് പ്രതിഫലമായ നിലയിൽ സ്വർഗം തരുമെന്ന്, ഷഹാദത്തിൻ്റെ കൂലി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുടനീളം പരലോകത്തെ ലക്ഷ്യം വെക്കണം, അവിടുത്തെ വിജയം ലക്ഷ്യം വെക്കണം. അതിന് പ്രധാനമായും നമ്മൾ അഹങ്കാരികളാകരുത്, എടുത്തുചാട്ടക്കാരാകരുത്, നമുക്ക് അതിര് കവിയലുകൾ ഉണ്ടാകരുത്, അപകടങ്ങളിൽ നമ്മൾ ഒരിക്കലും കാരണക്കാരാകരുത്. അപകടങ്ങളുടെ കാരണമായ നിലയിൽ നമ്മൾ എണ്ണിയെടുത്തിട്ടുള്ളത് ചിലപ്പോൾ അമിതമായ ലഹരിയുടെ ഉപയോഗമാണ്. അത് വളരെ മോശമായ നിലയിൽ നമ്മുടെ നാട്ടിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറുഭാഗത്ത് നിയമങ്ങളുടെ ലാഘവത്വമാണ് എന്ന് പറഞ്ഞാൽ, സ്വന്തക്കാരനാണ് ചെയ്യുന്നതെങ്കിൽ അവന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പാവപ്പെട്ടവനാണെങ്കിലോ അവൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവനെ കൂട്ടിലടയ്ക്കാൻ കഴിയുന്ന നിയമമാണ്. പാവപ്പെട്ടവർക്കൊരു പ്രത്യേക നിയമവും പണക്കാർക്ക് അല്ലെങ്കിൽ വലിയ പ്രമാണികൾക്ക് വേറൊരു നിയമവും. ആരെ കൊന്നാൽ എന്താ, ചില്ലറയുണ്ടെങ്കിൽ, നല്ല വക്കീലുമുണ്ടെങ്കിൽ, നല്ല സ്വാധീനമുണ്ടെങ്കിൽ, മേലെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമല്ലോ എന്നൊരു തെറ്റായ ധാരണ. ഇങ്ങനെ അമിതമായ എടുത്തുചാട്ടവും അമിതമായ വേഗതയും നിയമലംഘനവും നിയമത്തെക്കുറിച്ചിട്ടുള്ള അവഗാഹമില്ലായ്മയും ബുദ്ധിയും അതുപോലെ സൂക്ഷ്മതയും പക്വതയും ഇല്ലായ്മയും അമിതമായ ലഹരി ഉപയോഗങ്ങളും നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടിയൊഴുക്കുകളും ഒക്കെയാണ് അപകടങ്ങളുടെ കാരണം. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായ നിലയിൽ സൂക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ ഓടിക്കുന്ന വാഹനം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനി അപകടത്തിൽപ്പെടരുത്. അഥവാ അങ്ങനെ നമ്മൾ അറിയാതെ വാഹനം അപകടത്തിൽപ്പെട്ട് നമുക്ക് ജീവൻ അപഹരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് ഞാൻ ഷഹീദാണ് എന്ന ഉറപ്പോടുകൂടിയായിരുന്നു പറഞ്ഞാൽ
അതിനുള്ള പക്വതയും യോഗ്യതയും മുസ്ലിം ഉമ്മത്തിലെ ഓരോ വണ്ടി ഓടിക്കുന്ന സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂക്ഷ്മത പുലർത്തണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ എന്നോടും എന്നെ കേൾക്കുന്നവരോടും ഉപദേശിക്കുകയാണ്. ആ സൂക്ഷ്മത നേരത്തെ പറഞ്ഞതുപോലെ മിഹ്റാബിൽ നിൽക്കുന്ന ഇമാമിനും കുടുംബത്തിൽ നിൽക്കുന്ന കുടുംബ നായകനും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും എല്ലാവർക്കും ഉണ്ടാകണം. ആ തഖ്വയാണ് വാസ്തവത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തഖ്വ ചെയ്യണമേ എന്ന വാക്കിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു ഓർമ്മയോടുകൂടി അമൽ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അല്ലദീ